Welcome to all. In this video, I am going to give you some ideas about ideal operational amplifiers. An ideal op-amp should have some basic electrical characteristics. They are: the first one is it should have infinite voltage gain. Ideal op-amp has some electrical characteristics. We are going to discuss about the important electrical characteristics of ideal op-amp. The first one is an ideal op-amp should have infinite voltage gain A. Infinite voltage gain A means that when we apply a small voltage to the input terminals of an ideal op-amp, the output should be very high, because the gain, the amplifying factor or the gain of the ideal op-amp is infinite. The second property is infinite input resistance. Infinite input resistance Ri. Infinite input resistance means that any signal source can drive the op-amp and there is no loading problems. The ideal op-amp should have infinite input resistance, and also this infinite input resistance make the op-amp can drive any small signal. This infinite input resistance makes the op-amp to be driven by any input signal, as well as there will be no loading problems. The third characteristic of an ideal op-amp is zero output resistance. Zero output resistance RO. When the output resistance is equal to 0 means that the output can drive an infinite number of other devices. So zero output resistance, so we can connect any number of devices to the output of an ideal operational amplifier. The fourth characteristic is zero output voltage when input voltage is 0. The output voltage VO equal to 0 when V input equal to 0. Zero output voltage when input voltage is 0. അതായത് നമ്മളിപ്പോൾ ഇൻപുട്ട് ടെർമിനൽസിൽ 0 വോൾട്ടേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ there will be no output voltage. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ രണ്ട് ടെർമിനൽസ് ആണ് ഓപ്പ്-ആമ്പിന് ഉണ്ടാവുക, നോൺ ഇൻവേർട്ടിംഗ് ആൻഡ് ഇൻവേർട്ടിംഗ് ടെർമിനൽസ്. ഇത് രണ്ടിലും ഈക്വൽ വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസിനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ഓപ്പ്-ആമ്പ് ആംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ ആംപ്ലിഫൈ ചെയ്ത് വരുന്നത് ഇപ്പോൾ രണ്ടും ഈക്വലായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് VO ഈക്വൽ ടു 0 whenever ഇൻപുട്ട് വോൾട്ടേജ് ഇസ് 0. അഞ്ചാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ബാൻഡ്വിഡ്ത്ത്. ഇൻഫിനിറ്റ് ബാൻഡ്വിഡ്ത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 0 ഹെർട്സ് ഫ്രീക്വൻസിയുള്ള സിഗ്നലും ആംപ്ലിഫൈ ചെയ്യാം, ഇൻഫിനിറ്റ് ഹെർട്സ് ഫ്രീക്വൻസിയുള്ള സിഗ്നലും ആംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 0 ഹെർട്സ് മുതൽ ഇൻഫിനിറ്റ് ഹെർട്സ് ഫ്രീക്വൻസിയുള്ള ഏത് സിഗ്നലും നമ്മൾ ഓപ്പ്-ആമ്പ് വെച്ചിട്ട് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സോ ദ ബാൻഡ്വിഡ്ത്ത് ഓഫ് ആൻ ഐഡിയൽ ഓപ്പ്-ആമ്പ് ഇസ് ഇൻഫിനിറ്റ്. അത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഈ ആംപ്ലിഫിക്കേഷൻ നടക്കുമ്പോൾ വിതൗട്ട് അറ്റനേഷൻ ആയിരിക്കും ഈ ഓപ്പ്-ആമ്പ് ഇതിനെ ആംപ്ലിഫൈ ചെയ്യുന്നുണ്ടാവുക. ഇറ്റ് ഈസ് ദ കേസ് ഓഫ് ഐഡിയൽ ഓപ്പ്-ആമ്പ്. ഇനി ആറാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് വെച്ചാൽ ഇൻഫിനിറ്റ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. Infinite common mode rejection ratio. Infinite common mode rejection ratio അല്ലെങ്കിൽ CMRR അത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദ ഔട്ട്പുട്ട് കോമൺ മോഡ് നോയ്സ് വോൾട്ടേജ് 0. അതായത് ഔട്ട്പുട്ടിലുണ്ടാകുന്ന കോമൺ മോഡ് നോയ്സ് 0 ആയിരിക്കും. ഇനി ഏഴാമത്തെ ക്യാരക്ടറിസ്റ്റിക് പറയുന്നത് ഇൻഫിനിറ്റ് സ്ലീവ് റേറ്റ്. ഇൻഫിനിറ്റ് സ്ലീവ് റേറ്റ് ഈ സ്ലീവ് റേറ്റ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ചസ് ഒക്കേഴ്സ്
simultaneously with the input voltage changes. അതായത് ഇൻപുട്ട് വോൾട്ടേജിൽ എപ്പോഴാണോ ഒരു മാറ്റം ഉണ്ടാകുന്നത് അപ്പോൾ തന്നെ സൈമൾട്ടേനിയസ്ലി ഔട്ട്പുട്ട് വോൾട്ടേജിലും ചേഞ്ച് ഉണ്ടാവും. സ്ലീവ് റേറ്റ്സ് നമ്മൾ dVo/dt എന്നെല്ലാം പറഞ്ഞ് ഡിഫൈൻ ചെയ്യും, നമുക്ക് പിന്നെ പറയാം. അതുകൊണ്ട് അതായത് ഐഡിയൽ ഓപ്പ് ആമ്പിന്റെ കേസിൽ എന്തായിരിക്കും സംഭവിക്കുക വെച്ചാൽ എപ്പോഴാണോ ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നത് അപ്പോഴെന്തായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജും ചേഞ്ച് ചെയ്യും. സൈമൾട്ടേനിയസ്ലി ആയിരിക്കും ഈ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടാവുക. ഈ 7 എണ്ണമാണ് ഐഡിയൽ ഓപ്പ് ആമ്പ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടി നോക്കാം എന്തൊക്കെയാണെന്ന്. The first one is infinite voltage gain A. അതായത് an ideal op amp will have infinite voltage gain A. അതായത് നമ്മളൊരു ചെറിയ ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്താൽ തന്നെയും ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് വെരി ഹൈ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. സെക്കൻഡ് വൺ ഈസ് ഇൻഫിനിറ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ്. അതായത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഐഡിയൽ ഓപ്പ് ആമ്പ് ഓഫർ ചെയ്യുന്ന ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആയിരിക്കും. ബട്ട് ഇൻ പ്രാക്ടിക്കൽ കേസസ് ഇൻഫിനിറ്റി ആയിരിക്കില്ല, വെരി ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആയിരിക്കും. Third one is zero output resistance. Fourth one is the output voltage is zero whenever the input voltage is zero. Input voltage എപ്പോഴാണ് സീറോ ആവുന്നത് അപ്പോഴൊക്കെ ഔട്ട്പുട്ട് വോൾട്ടേജും സീറോ ആയിരിക്കും. ഇൻഫിനിറ്റ് ബാൻഡ്വിഡ്ത്ത്, അതായത് 0 Hz മുതൽ ഇൻഫിനിറ്റ് ഹെർട്സ് ഫ്രീക്വൻസി വരെയുള്ള സിഗ്നൽസിനെ നമുക്ക് ഐഡിയൽ ഓപ്പ് ആമ്പ് വെച്ചിട്ട് ആംപ്ലിഫൈ ചെയ്യാം വിതൗട്ട് എനി അറ്റന്യൂഷൻ. സിക്സ്ത് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് CMMR, ഇൻഫിനിറ്റ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. അത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഔട്ട്പുട്ടിൽ കോമൺ മോഡ് നോയ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഏഴാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് സ്ലീവ് റേറ്റ്, അതായത് ഇൻപുട്ടിൽ എപ്പോഴാണോ മാറ്റം വരുന്നത് അതിന്റെ സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ ഔട്ട്പുട്ടിലും എന്ത് സംഭവിക്കും, മാറ്റം വരും. ഇതൊക്കെയാണ് ഐഡിയൽ ഓപ്പ് ആമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. Next, we are moving on to the topic open loop op amp configurations. Open loop configuration എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ടെർമിനൽസും ഔട്ട്പുട്ട് ടെർമിനൽസും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഒന്നും ഇല്ല. അങ്ങനെയുള്ള കോൺഫിഗറേഷൻസിനെയാണ് നമ്മൾ ഓപ്പൺ ലൂപ്പ് ഓപ്പ് ആമ്പ് കോൺഫിഗറേഷൻസ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് എന്തില്ല, നമ്മളെ ഇൻപുട്ട് ടെർമിനൽസും ഔട്ട്പുട്ട് ടെർമിനൽസും തമ്മിൽ കണക്ഷൻ ഇല്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ the output signal is not fed back in any form as part of the input signal. അതായത് ഔട്ട്പുട്ടിന്റെ ഒരു പോർഷൻ ഫീഡ്ബാക്ക് ഒന്നും നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കോൺഫിഗറേഷനാണ് നമ്മൾ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ നമുക്ക് 3 രീതിയിൽ നമുക്ക് ഇതിനെ ഫംഗ്ഷൻ ചെയ്തെടുക്കാം. ദേ ആർ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഈ ഒരു കോൺഫിഗറേഷൻസ് എല്ലാം ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ ആണ്. അതായത് ഇതിന്റെ ഒന്നും ഔട്ട്പുട്ട് സിഗ്നലിന്റെ ഒരു പോർഷനും എന്താക്കി എടുത്തിട്ടില്ല, നമ്മൾ ഇൻപുട്ടിലേക്ക് എടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്താണെന്ന് നോക്കാം. ഇതാണ് ബേസിക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയാം. ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് അല്ലെങ്കിൽ ഓപ്പ് ആംപ്സ് സാധാരണ ഈ ഒരു ട്രയാങ്കിൾ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇറ്റ് വിൽ ഹാവ് 2 terminals, a positive terminal and a negative terminal and 1 output. ഈ പോസിറ്റീവ് ടെർമിനലിനെ നമ്മൾ വിളിക്കും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനലിനെ നമ്മൾ വിളിക്കും ഇൻവേർട്ടിംഗ് ടെർമിനൽ. ഈ 2 ടെർമിനൽസിലും അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജസിന്റെ ഡിഫറൻസിനെയാണ് ഈ ആംപ്ലിഫയർ ഓപ്പ് ആമ്പ് ആംപ്ലിഫൈ ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്പൺ ലൂപ്പ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ ഈ ഔട്ട്പുട്ട് നേരെ ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളത്, അതായത് ഈ ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് ഒരു കണക്ഷനും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി ഇതിൽ ഈ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ V1ലേക്ക് നമ്മളൊരു ഇൻപുട്ട് വോൾട്ടേജ് Vin1 കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ V2ലേക്ക് നമ്മളൊരു ഇൻപുട്ട് വോൾട്ടേജ് Vin2 കൂടി കൊടുത്തിട്ടുണ്ട് ത്രൂ റെസിസ്റ്റൻസ് Rin1 ആൻഡ് Rin2. ഇവിടെ ഈ Rin1 ആൻഡ് Rin2 അത് വെരി ലോ റെസിസ്റ്റൻസസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ V1 ഈക്വൽ ടു നമുക്ക് പറയാം ഈ ഒരു കേസിൽ V1 ഈക്വൽ ടു Vin1 ആയിരിക്കും. അതേപോലെ V2 ഈക്വൽ ടു Vin2 ആയിരിക്കും. ഇത് എന്തുകൊണ്ടാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ Rin1 ആൻഡ് Rin2 approximately 0 negligible ആയതുകൊണ്ട് നമുക്ക് V1 equal to Vin1 and V2 equal to Vin2. So difference voltage VID equal to V1 minus V2, that is equal to Vin1 minus Vin2. ഈ ഡിഫറൻസ് വോൾട്ടേജിനാണ് നമ്മൾ ഓപ്പ് ആമ്പ് ആംപ്ലിഫൈ ചെയ്യുക. സോ VO equal to A. If A is the gain of the amplifier, we can VO equal to
A into VID, that is equal to A into V in 1 minus V in 2. ഇതാണ് നമ്മളെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻസിൽ നമ്മൾ സാധാരണ ഈ ഗെയിൻ എ എന്ന് പറയുന്നത് ഗെയിൻ അല്ലേ, ഈ ഗെയിനെ നമ്മൾ വിളിക്കും ഓപ്പൺ ലൂപ്പ് ഗെയിൻ. ഇനി നമുക്ക് ഇതേപോലെ ക്ലോസ്ഡ് ലൂപ്പ് കോൺഫിഗറേഷൻസ് വരാനുണ്ട്. അത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ നോക്കാം. അപ്പോൾ ഇവിടെയുള്ള ഗെയിനെ നമ്മൾ വിളിക്കും ഓപ്പൺ ലൂപ്പ് ഗെയിൻ. ഇതാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ചെയ്യുന്ന ബേസിക് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടെർമിനൽസിലും കിട്ടുന്ന ഇൻപുട്ടിന്റെ ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്യും. ഇതാണ് ബേസിക് ഡിഫറൻഷ്യൽ ഓപ്പൺ ലൂപ്പ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഓപ്പൺ ലൂപ്പ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഇതാണ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ സ്ട്രക്ചർ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഔട്ട്പുട്ടിന് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇൻപുട്ടിലേക്ക് കണക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ കോൺഫിഗറേഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് വ്യത്യാസമായിട്ട് നമ്മൾ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഡയറക്റ്റ് ഗ്രൗണ്ട് ചെയ്തിട്ടാണ് ഉള്ളത്. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ നമ്മൾ ഇൻപുട്ട് ഒന്നും കൊടുത്തിട്ടില്ല. ഇൻപുട്ട് ഇൻവേർട്ടിംഗ് ടെർമിനലിൽ മാത്രം ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വിളിക്കുക ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഇറ്റ് ഈസ് എൻ ഓപ്പൺ ലൂപ്പ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുൻപത്തെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ കേസിൽ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് VO ഈക്വൽ ടു A ഇൻറ്റു V in 1 മൈനസ് V in 2 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. ഗെയിൻ ഇഫ് A is the open loop gain, then VO equal to A into V in 1 minus V in 2. അപ്പോൾ ഈ കേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും V in 1 എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇസ് ഗ്രൗണ്ടഡ്. അപ്പോൾ V in 1 ഗ്രൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് V in 1 ഈക്വൽ ടു 0 എന്ന് എടുക്കാം. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് VO ഈക്വൽ ടു A into 0 minus V in 2. ഓർ ഈ കേസിൽ നമുക്ക് V in 2 നമുക്ക് V എന്ന് വിളിക്കാം. രണ്ട് ഇൻപുട്സ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ V in എന്ന് വിളിക്കാം. VO equal to A into 0 minus V in, that is equal to minus A into V in. അതായത് ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VO equal to minus A into V in. അതായത് ഇൻപുട്ട് വോൾട്ടേജ് എന്താണോ കൊടുത്തത് അതിന്റെ പൊളാരിറ്റി ഒന്ന് റിവേഴ്സ് ചെയ്തിട്ടുണ്ടാവും, നെഗറ്റീവ് പൊളാരിറ്റി ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഈ ഒരു ആംപ്ലിഫയറിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്കതുകൊണ്ട് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ വി ക്യാൻ സേ ദാറ്റ് ഇൻ ദ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ദ ഇൻപുട്ട് സിഗ്നൽ ഈസ് ആംപ്ലിഫൈഡ് ബൈ ഗെയിൻ A ആൻഡ് ഈസ് ഓൾസോ ഇൻവേർട്ടഡ് അറ്റ് ദി ഔട്ട്പുട്ട്. അതിന്റെ ഇൻപുട്ടിനെ ആംപ്ലിഫൈ ചെയ്തിട്ടുണ്ടാവും, അതേസമയം തന്നെ അത് ഔട്ട്പുട്ടിലെത്തുമ്പോൾ ഇൻവേർട്ട് ചെയ്യപ്പെട്ടിട്ടും ഉണ്ടാവും. ഇനി മൂന്നാമത്തെ കോൺഫിഗറേഷൻ ആണ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. അപ്പോൾ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ പ്രത്യേകത വെച്ചാൽ ഈ ഒരു ഇൻവേർട്ടിംഗ് ടെർമിനൽ V2 എന്ത് ചെയ്തിട്ടുണ്ടാവും, ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത് ഓൺലി നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലായിരിക്കും. ഈ ഇൻപുട്ട് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ മാത്രമായിട്ട് കൊടുത്തിട്ടുള്ള സർക്യൂട്ടിനെയാണ് നമ്മൾ വിളിക്കുന്നത് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഇറ്റ് ഈസ് ഓൾസോ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ. അതായത് ഔട്ട്പുട്ടിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, ഇൻപുട്ടിലേക്ക് യാതൊരു വിധത്തിലും കണക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി ഈ ഒരു കേസിൽ നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ കേസിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എഴുതിയിട്ടുണ്ട് VO ഈക്വൽ ടു A ഇൻറ്റു V1 അല്ലെങ്കിൽ V in 1 മൈനസ് V in 2. ഇവിടെ V in 1 മാത്രമേ ഉള്ളൂ, V in 2 is grounded, V2 is grounded, so we can write A into V in. ഫസ്റ്റ് ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എന്ത് 1, 2 എന്നുള്ള ലേബൽസ് ഒന്നും ഉപയോഗിക്കേണ്ട, ജസ്റ്റ് A into V എന്ന് ഉപയോഗിക്കാം. സോ ഇൻ ദിസ് കേസ് the input is just amplified by a factor A. ഓപ്പൺ ലൂപ്പ് ഗെയിൻ വെച്ചിട്ട് ആംപ്ലിഫൈ ചെയ്യപ്പെടുക മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഔട്ട് ഓഫ് ഫേസ് ഒന്നുമല്ല, 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല. ഇൻപുട്ട് സിഗ്നൽ എന്താണോ കൊടുത്തത് അതേ പൊളാരിറ്റിയിൽ തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുകയും ചെയ്തിട്ടുള്ളത്, ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്തിട്ടുള്ളത്. ഈ മൂന്നെണ്ണമാണ് നമ്മളെ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻസ്. The first one is differential amplifier. ഓപ്പൺ ലൂപ്പ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഇവിടെ രണ്ട് ടെർമിനൽസിലും ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ രണ്ട് ടെർമിനൽസിലും കൊടുത്ത ഇൻപുട്ടിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് ആംപ്ലിഫൈ ചെയ്തിട്ട് കിട്ടുന്നത്. ദാറ്റ് ഈസ് VO ഈക്വൽ ടു A ഇൻറ്റു V in 1 മൈനസ് V in 2. സെക്കൻഡ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാവും.
ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലിൽ മാത്രമേ നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആംപ്ലിഫൈഡ് ബൈ ദി ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഓഫ് ദി ഓപ്പ് ആംപ്. ആൻഡ് അഡീഷണലി അതിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും 180 ഡിഗ്രി ഫേസ് ഡിഫറൻസിലായിരിക്കും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലായിരിക്കും ഉണ്ടാവുക. ഇനി ദ തേർഡ് വൺ ഈസ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഈ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ നമുക്ക് എന്താ കിട്ടുക? സെയിം പൊളാരിറ്റിയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആംപ്ലിഫൈഡ് ബൈ ദി ഓപ്പൺ ലൂപ്പ് ഗെയിൻ. ഇത്രയാണ് നമ്മളെ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ.